ഇതായി അൾത്താരയിൽ സ്നേഹപിതാവാം ദൈവം, ഇതായി ബലിവേദിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം. പരിശുദ്ധമാകുമീ ത്രിത്വകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. വരൂ 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 സോദരരേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമീ ത്രിത്വകാരുണ്യത്തെ ഇതായി സക്രാരിയിൽ രക്ഷകനാമേശുനാഥൻ, ഇതായി തിരുവോസ്തിയിൽ ജീവിക്കും ദൈവത്തിൻ പ്രിയപുത്രൻ. വരൂ 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 സോദരരേ, രക്ഷകനീശോയെ വാഴ്ത്താം. പരിശുദ്ധമാകുമീ ദിവ്യകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. വരൂ 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 സോദരരേ, ഈശോയെ വാഴ്ത്താം. പരിശുദ്ധമാകുമീ ദിവ്യകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. കുമ്പിടാം, നമുക്കാരാധിക്കാം. കുമ്പിടാം, നമുക്കാരാധിക്കാം. ഈശോയുടെ മുമ്പിൽ തല അല്പം കുതിച്ച് പിടിച്ചുകൊണ്ട് അവിടുത്തെ നമ്മുടെ രക്ഷകനും നാഥന ദൈവവുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ചൊല്ലാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിൻ്റെ പക്കൽ വാഗ്ദാന പേടകം എന്ന പേരിൽ ഒരു പേടകം ഉണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞതനുസരിച്ച് അവർ ഉണ്ടാക്കിയതാണ്. ഈ വാഗ്ദാന പേടകത്തിലാണ് മോശ വഴി ഇസ്രായേൽക്കാർക്ക് ദൈവം കൊടുത്ത 10 കൽപ്പനകൾ സൂക്ഷിച്ചിരുന്നത്.
അവർ മരുഭൂമിയിലൂടെ പോയപ്പോഴെല്ലാം ഈ വാഗ്ദാന പേടകം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ജോഷുവയുടെ നിർദ്ദേശപ്രകാരം ഈ വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ യോർദ്ദാൻ നദിയിലേക്ക് ഇറങ്ങിയപ്പോൾ യോർദ്ദാൻ നദിയുടെ ഒഴുക്ക് നിലയ്ക്കുകയും ഇസ്രായേൽക്കാർക്ക് കടക്കുവാൻ വഴിയുണ്ടാവുകയും ചെയ്തു. ഈ വാഗ്ദാന പേടകത്തിൻ്റെ മുകളിൽ കെറൂബുകൾ എന്ന പേരുള്ള 2 മാലാഖമാരുടെ രൂപങ്ങളുണ്ടായിരുന്നു. ഈ രൂപങ്ങൾക്കിടയിൽ കർത്താവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഇസ്രായേൽക്കാർ വാഗ്ദാന നാട്ടിലെത്തിയ ശേഷം ഒരിക്കൽ ഇസ്രായേലും ഫിലിസ്ത്യരുമായിട്ട് യുദ്ധമുണ്ടായി. ഈ യുദ്ധത്തിൽ അവിചാരിതമായിട്ട് ഇസ്രായേൽക്കാർ തോറ്റുപോയി. അപ്പോൾ അവർ കൂടി ആലോചിച്ചു, എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റത്? അവർ തന്നെ ഉത്തരം കണ്ടെത്തി, ദൈവം നമ്മുടെ കൂടെയില്ല, വാഗ്ദാന പേടകം നമ്മുടെ കൂടെയില്ല. അതുകൊണ്ട് അവർ കൂടാരത്തിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യമുള്ള വാഗ്ദാന പേടകം കൊണ്ടുവന്നു. വാഗ്ദാന പേടകം കൊണ്ടുവന്നപ്പോൾ ജനങ്ങൾ വലിയ സന്തോഷത്തോടും ആനന്ദ കീർത്തനങ്ങളോടും കൂടിയാണ് വാഗ്ദാന പേടകം സ്വീകരിച്ചത്. അന്ന് വാഗ്ദാന പേടകത്തെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ പാടിസ്തുതിച്ചതിൻ്റെ ശബ്ദം അങ്ങ് അകലെ ഫിലിസ്ത്യര് പോലും കേട്ടു. അവർ പറഞ്ഞു, ഇസ്രായേലിൻ്റെ കൂടാരത്തിൽ നിന്ന് വലിയ വിചാരവും കേൾക്കാം. അവർ കാര്യം അന്വേഷിച്ചു. അവർക്ക് കാര്യം മനസ്സിലായി. അവർ പറഞ്ഞു, ഇസ്രായേലിൻ്റെ പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട്, പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് രക്ഷയില്ല, നമ്മൾ നശിച്ചു. പ്രിയപ്പെട്ടവരെ, 2 കൽപ്പനകൾ വഹിച്ച വാഗ്ദാന കൂടാരം വന്നപ്പോൾ ഫിലിസ്ത്യര് പറഞ്ഞതാണ്, ഇസ്രായേലിൻ്റെ പാളയത്തിൽ ദേവന്മാർ വന്നു, നമ്മൾ നശിച്ചു, ഇനി നമുക്ക് രക്ഷയില്ല. പ്രിയപ്പെട്ടവരെ, ആ കൽപ്പലകൾ വഹിച്ച വാഗ്ദാന പേടകത്തിൽ അത്രയും ശക്തി ഉണ്ടെങ്കിൽ സത്യമായും ദൈവം എഴുന്നള്ളിയിരിക്കുന്ന ഈ തിരുവോസ്തിക്ക് എത്ര ശക്തി കാണും. ഈ തിരുവോസ്തിയിൽ കർത്താവായ ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ആയിരിക്കുന്ന അവസരത്തിൽ എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിക്കുന്ന, എൻ്റെ പ്രാർത്ഥനകളെല്ലാം കേട്ട് എനിക്ക് ഉത്തരം തരേണ്ട എൻ്റെ ദൈവം ഇതിൽ മറിഞ്ഞിരിപ്പുണ്ടെന്ന് വലിയ ആഴത്തിൽ വിശ്വസിക്കാൻ കഴിയണമെന്നില്ല. നമുക്കെന്ത് വിശ്വസിക്കാം? കുറച്ചു മുമ്പ് നമ്മൾ ചില സാക്ഷ്യങ്ങൾ കേട്ടു. ഈ അൾത്താരയിൽ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന സക്രാരിയിലെ യേശുവിനെ ഏതോ നാട്ടിലിരുന്ന് ടെലിവിഷനിൽ കണ്ടപ്പോൾ ആ ടെലിവിഷനിൽ കണ്ട ഈശോയുടെ പടത്തെ തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ പോലും സൗഖ്യം കിട്ടി. യേശുവിൻ്റെ ഇടപെടലുണ്ടായി, അത്ഭുതങ്ങൾ നടന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്, കർത്താവിൻ്റെ ശക്തി ഇവിടെയുണ്ട്. കർത്താവ് നമ്മളുടെ പ്രാർത്ഥന കേൾക്കുവാനും നമ്മളെ അനുഗ്രഹിക്കുവാനും വന്നിരിക്കുന്നതാണ്. ഇസ്രായേൽക്കാർ പാളയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ വാഗ്ദാന പേടകത്തെ വലിയ ആനന്ദത്തോടും ആരവത്തോടും കൂടി സ്വീകരിച്ചു. നമുക്കൊരിക്കൽ കൂടി നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവായ യേശുവിനെ വലിയ ആരവത്തോടും സ്തുതിഗീതങ്ങളോടും കൂടി സ്വീകരിക്കാം. ഈ ഗാനം ആലപിച്ചുകൊണ്ട് വലിയ ശബ്ദത്തിൽ നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കാം. യേശുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റു പറഞ്ഞുകൊണ്ട്
രക്ഷകനായി ഏറ്റുപറയണമെങ്കിൽ പാടി സ്തുതിക്കാം. പാളയത്തിലേക്ക് വാഗ്ദാന പേടകം വന്നപ്പോൾ ഇസ്രായേലുകൾക്ക് ധൈര്യമായി, ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്, ഇനി ഞങ്ങൾ യുദ്ധം ജയിക്കും. ഇതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം. യേശുവേ നന്ദി. ആരാധിക്കുന്നേ, യേശുവേ ഞങ്ങൾ നന്ദി. ആരാധിക്കുന്നേ, എല്ലാവരും ചേർന്ന് ശബ്ദമുയർത്തി ആരവത്തോടുകൂടി യേശുവിനെ പാടി സ്തുതിക്കാം. ശബ്ദമുയരട്ടെ, നമ്മുടെ കണ്ഠങ്ങൾ തുറക്കട്ടെ, അധരങ്ങൾ തുറക്കട്ടെ. കർത്താവേ സ്തോത്രം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. നമ്മുടെ കരങ്ങളടിച്ചുകൊണ്ട്, കരങ്ങൾ അവതരിച്ചുകൊണ്ട് കർത്താവിനെ പാടി സ്തുതിക്കാം. നമ്മുടെ കരങ്ങൾ ശബ്ദത്തോടുകൂടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ശബ്ദത്തോടുകൂടി കർത്താവിനെ ആരാധിക്കാം. ഹൃദയം തുറന്നുകൊണ്ട് നമുക്ക് ആരാധിക്കാം. വിശ്വാസത്തോടെ ആരാധിക്കാം. നമ്മുടെ ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിക്കാം. നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ബോധ്യത്തോടുകൂടി അവിടുത്തെ ആരാധിക്കാം. ആത്മവിശ്വാസത്തോടെ ആരാധിക്കാം. പ്രത്യാശയോടെ ഇവിടുത്തെ ആരാധിക്കാം. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ശബ്ദത്തിൽ കൈകളടിക്ക്. ദൈവത്തിന് ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. നമുക്കറിയാം, നമ്മൾ ശബ്ദമെടുക്കാത്ത ചില സമയങ്ങളിൽ നമുക്ക് ശബ്ദം വരത്തില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മുടെ ശബ്ദം ഉയരേണ്ടത്. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മളെല്ലാം മറന്ന് ദൈവത്തെ വിളിക്കേണ്ടത്. കർത്താവ് നമ്മുടെ വിളി കേട്ട് ഇറങ്ങി വരണം. അവർ വലിയ ബോധ്യത്തോടുകൂടി കർത്താവിൽ നിന്ന് ഇറങ്ങി വരണം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം, ഞങ്ങളെ തൊടണം എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി ശബ്ദമുയർത്തി കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയിങ്കൽ, മൺകുടമുടയും തീകത്തിയിടും ആരാധനയിങ്കൽ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയിങ്കൽ, മൺകുടമുടയും തീകത്തിയിടും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ സ്തുതികളും ആരാധനകളും പ്രാർത്ഥനകളുമെല്ലാം അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങേക്കറിയാമല്ലോ, ഈ രാത്രിയിൽ അവിടുത്തെ സന്നിധിയിൽ ഉറക്കളിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ അങ്ങയെക്കൊണ്ട് ആവശ്യമുള്ളവരാണ്. അങ്ങയിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവരാണ്. മറ്റെല്ലാ വഴികളും
അടഞ്ഞവരാണ്. അങ്ങേക്ക് രക്ഷിക്കുവാൻ കഴിയും. അങ്ങേക്ക് വഴികൾ കാണിച്ചു കൊടുക്കാനും തുറക്കാനും സാധിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്. കർത്താവെ, അവിടുന്ന് തന്നെ പറഞ്ഞു, അങ്ങയെ ആശ്രയിക്കുന്നവരെ ലജ്ജിതരാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. എന്തെന്നാൽ അവരോട് കരുണ കാണിക്കാൻ അവിടുന്ന് ഒരു അവസരം കണ്ടെത്തും. കർത്താവെ, അവിടുന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞതാണ്, അങ്ങയെ ആശ്രയിക്കുന്നവരെ ലജ്ജിതരാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അവരോട് കരുണ കാണിക്കാൻ അവിടുന്ന് അവസരം കണ്ടെത്തും. വീണ്ടും അവിടുന്ന് പറഞ്ഞു, നീ ദൈവത്തെ ആശ്രയിച്ചിട്ട് നിനക്കെന്ത് കിട്ടി എന്ന് ചോദിച്ച് മറ്റുള്ളവർ നിന്നെ കളിയാക്കുവാൻ നിന്റെ ദൈവം അനുവദിക്കില്ല. എന്തെന്നാൽ നിന്നോട് കരുണ കാണിക്കുവാൻ നിന്റെ ദൈവം ഒരവസരം കണ്ടെത്തും. കർത്താവേ, വചനങ്ങൾ അങ്ങയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രിയിൽ അവിടുത്തെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കണമേ. അവരോട് കരുണ കാണിക്കാൻ അവിടുന്ന് കണ്ടെത്തുന്ന അവസരമായിട്ട് ഈ രാത്രിയെ, ഈ ആരാധനയുടെ നിമിഷങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ ഈ നൈറ്റ് വിജിലിലൂടെ ആരാധനയുടെ സമയത്ത് അവിടുന്ന് ചെയ്ത എണ്ണമറ്റ അനുഗ്രഹങ്ങളെ ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. ആ അനുഗ്രഹങ്ങളെ ഓർത്ത് അത് സ്വീകരിച്ചവരോടൊപ്പം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരുപക്ഷേ കർത്താവെ, അനുഗ്രഹങ്ങൾ സ്വീകരിച്ച പലരും ആ അനുഗ്രഹം കിട്ടി എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടാവില്ല. എങ്കിലും കർത്താവെ, ആ അനുഗ്രഹങ്ങൾ കിട്ടിയവരുണ്ട്. അവരോട് ചേർന്നുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ ശക്തി ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾക്ക് അവിടുത്തെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിരുന്നു കൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആ നിയോഗങ്ങൾ എന്തെന്ന് ഞങ്ങൾക്കറിയില്ല കർത്താവെ, പക്ഷേ അവിടത്തേക്ക് അറിയാം. എങ്കിലും ഞങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. ആ കൂട്ടത്തിൽ രോഗികളുണ്ട്, ആ കൂട്ടത്തിൽ ഹൃദയം തകർന്നവരുണ്ട്, ആ തീർത്തിൽ കുടുംബം തകർന്നവരുണ്ട്, ആ കൂട്ടത്തിൽ വിവാഹം നടക്കാത്തവരുണ്ട്, വിവാഹം നടക്കാത്ത മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിവാഹം കഴിഞ്ഞ് അനേക വർഷമായിട്ട് മക്കളുണ്ടാകാത്തവരുണ്ട്, മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, കടബാധ്യതകൾ കഷ്ടപ്പെടുന്നവരുണ്ട്, സാമ്പത്തിക പരാധീനതകളാൽ വിഷമിക്കുന്നവരുണ്ട്, മറ്റനേക തരത്തിലുള്ള പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും രോഗപീഠകളുടെയും കടന്നു പോകുന്നവരുണ്ട്, പൈശാചിക ബന്ധനത്തിൽ കഴിയുന്നവരുണ്ട്. കർത്താവെ, അവരെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. നീ അവരുടെ എല്ലാ പ്രശ്നത്തെക്കാളും വലിയവനാണ്. നിന്റെ പരിശുദ്ധമായ നാമത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സർവ്വതും കീഴടങ്ങുകയും എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. മുട്ടുകൾ മടക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. കർത്താവേ, രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സർവരുടെയും അലട്ടുന്ന രോഗപീഠകളും അസ്വസ്ഥതകളും എല്ലാം കീഴടങ്ങട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോൾ നമ്മളിലുള്ള രോഗപീഠകൾ നമ്മളെ വിട്ടുപോകും, ശാരീരികമായ അസ്വസ്ഥതകൾ നമ്മളെ വിട്ടുപോകും, മനസ്സിൻ്റെ ഭാരങ്ങൾ മാറിപ്പോകും, എല്ലാ നൊമ്പരങ്ങളും വിട്ടുപോകും, പൈശാചിക ബന്ധനങ്ങൾ തകരും. അതുകൊണ്ട് ഉണർവിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ ശക്തി സ്വീകരിക്കാൻ ഒരുങ്ങാം, വലിയ സൗഖ്യം സ്വീകരിക്കാൻ ഒരുങ്ങാം. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ, രോഗങ്ങൾ സുഖപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, 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 ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. വീണ്ടും എനിക്കു നൽകണമേ
ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലത് കരം ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് പാടാം. അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മനുഷ്യരെയും നമുക്ക് ഓർക്കാം. നമ്മളോടൊപ്പം അവരിവിടെ ഇല്ലെങ്കിലും ആത്മാവിൽ അവർ നമ്മളോടുകൂടിയുണ്ട്. പ്രാർത്ഥനയിൽ അവർ നമ്മളോടുകൂടിയുണ്ട്. അവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം, അവരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ നിയോഗങ്ങളെ ഞങ്ങളിവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അടുത്തേക്ക് കർത്താവിൻ്റെ ശക്തി കടന്നു വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിലിതാ ഞങ്ങൾ കരങ്ങൾ ഉയർത്തുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശക്തി കടന്നു വരാൻ, കർത്താവിൻ്റെ സൗഖ്യം കടന്നു വരാൻ, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുവാൻ, രോഗപീഠകൾ വിട്ടുപോകുവാൻ, കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ കടന്നു വരുവാൻ, പൈശാചിക പീഠകൾ വിട്ടുപോകുവാൻ, നമ്മുടെ സാമ്പത്തിക പരാധീന കടബാധ്യതകൾ നീങ്ങിപ്പോകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. നമ്മുടെ രണ്ട് കരങ്ങളും സാധിക്കുമെങ്കിൽ നമ്മുടെ തന്നെ തലയിൽ വെക്കുക. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ആത്മാവിനെയും എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. ദീർഘതല മുതൽ ഉള്ളംകാല് വരെയുള്ള എല്ലാ രോഗങ്ങളെയും സമർപ്പിക്കാം. നമ്മൾ അറിയുന്ന രോഗങ്ങളുണ്ട്, നമ്മൾ അറിയാത്ത രോഗങ്ങളുണ്ട്, ചികിത്സിക്കുന്ന രോഗങ്ങളുണ്ട്, ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങളുണ്ട്, പണമില്ലാത്തത് ചികിത്സിക്കാത്ത രോഗങ്ങളുണ്ട്. എല്ലാം സമർപ്പിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധമായ ശക്തി കടന്നു വരട്ടെ. എല്ലാ രോഗപീഠകളും വിട്ടുപോകട്ടെ. തലവേദന മാറിപ്പോകട്ടെ, ഒടിഞ്ഞ് മാറിപ്പോകട്ടെ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വിട്ടുപോകട്ടെ, ഉദര സംബന്ധമായ രോഗങ്ങൾ വിട്ടുപോകട്ടെ, കരൾ സംബന്ധമായ രോഗങ്ങൾ വിട്ടുപോകട്ടെ, ആമാശയ രോഗങ്ങൾ വിട്ടുപോകട്ടെ, ത്വക്ക് രോഗങ്ങൾ വിട്ടുപോകട്ടെ, ശരീരത്തിലെ മുഴകൾ മാറിപ്പോകട്ടെ. എല്ലാത്തരം രോഗപീഠകളും യേശു നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലയിൽ കൈവച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിൽ രോഗികളായിരിക്കുന്നവരെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ കടബാധ്യതകളെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ അസ്വസ്ഥതകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡകൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി കടന്നു വരാൻ വേണ്ടി ദൈവത്തിന്റെ രക്ഷ കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലയിൽ കൈവച്ചുകൊണ്ട് തന്നെ ഈ പാട്ടിന്റെ അടുത്ത ലൈനുകൾ നമ്മൾ ഇപ്പോൾ പാടുകയാണ്. കർത്താവേ സ്തോത്രം. ഹല 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 പരിശുദ്ധാത്മാവേ, ഘനമഴിക്കണമേ. പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധാത്മാവേ, ഘനമഴിക്കണമേ. പരിശുദ്ധാത്മാവേ, മാറാതീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. മാറാതീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളാണെങ്കിലും രോഗശാന്തി കരങ്ങൾ ഉയർത്തി
ഉയർത്തിപ്പിടിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. രണ്ട് കൈകൾ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിക്കുമോ? രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുമോ? കർത്താവേ, ഇതാണ് എൻ്റെ അവസ്ഥ, എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പേടകം വന്നപ്പോൾ ഇസ്രായേൽക്കാർ സ്തുതിച്ചതുപോലെ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പീഠകളും അകന്നു പോകുന്നു, എല്ലാ സൗഖ്യങ്ങളും കിട്ടുന്നതിന് വേണ്ടി, ബന്ധനങ്ങൾ അഴിയുന്നതിന് ഓ കർത്താവേ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. ഓ പിതാവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധ ദാസനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൈശാചിക പീഡകൾ വിട്ടുപോകുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിലെ അസ്വസ്ഥതകൾ നീങ്ങിപ്പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കടബാധ്യതകൾ നീങ്ങിപ്പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിലെ അസ്വസ്ഥതകൾ നീങ്ങിപ്പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ വിവാഹ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ മാനസാന്തരം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തുതി. അല്പസമയം കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമോ? കാരണം ഇതെനിക്ക് വേണ്ടി ഞാൻ നടത്തുന്ന പ്രാർത്ഥനയാ. എനിക്ക് വേണ്ടി ഞാൻ നടത്തുന്ന പ്രാർത്ഥനയാ. എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും? എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും? ഞാൻ പ്രാർത്ഥിച്ചാലും എൻ്റെ ദൈവം കേൾക്കും, ഞാൻ വിളിച്ചാലും എൻ്റെ ദൈവം എനിക്ക് ഉത്തരം വരണം. ഈ ബോധ്യത്തോട് വിളിക്കുന്നു. കർത്താവേ, സ്തോത്രം. യേശുവേ, നന്ദി. കർത്താവേ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ശക്തി പ്രകടമാക്കണമേ, നിന്റെ സ്നേഹം പ്രകടമാക്കണമേ. രക്ഷിക്കുവാൻ നിന്റെ കഴിവും മനസ്സും നീ കാണിച്ചു തരണമേ. ഈ രാത്രിയിൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. രോഗശാന്തികൾ സംഭവിക്കട്ടെ. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. കർത്താവേ, നീ ആഗ്രഹിക്കുന്നതിൽ ചോദിക്കുന്നതിലും അധികം നൽകുന്നവരാണ്. ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്നതിൽ ചോദിക്കുന്നതിലും അധികമായ അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. യേശുവേ, നന്ദി. ഹാല 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 കർത്താവേ, നന്ദി. യേശുവേ, നന്ദി. യേശുവേ, സ്തോത്രം. യേശുവേ, നന്ദി. യേശുവേ, മഹത്വം. യേശുവേ, നന്ദി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിലായിരിക്കുമ്പോഴും ഭൂമിയിൽ അനേകർക്ക് അനേക തവണ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രത്യക്ഷപ്പെട്ട സമയത്തൊക്കെ മറിയം തന്ന സന്ദേശങ്ങളിൽ 2-3 പോയിന്റുകൾ എന്നുമുണ്ട്. 1, ലോകത്തിൽ പാപം പെരുകുന്നു. 2, അതുകൊണ്ട് ലോകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപം ഉജ്ജ്വലിക്കുന്നു. 3, ദൈവം ലോകത്തെ ശിക്ഷിക്കുവാൻ ഒരുങ്ങുന്നു. അതുകൊണ്ട് ലോകത്തിൻ്റെ മേൽ കർത്താവ് കരുണ കാണിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ദുഷ്ടന്മാരെ പ്രതി ദൈവം ലോകത്തെ ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷ കിട്ടുന്നത് ദുഷ്ടന്മാർക്ക് മാത്രമല്ല, നല്ലവർക്ക് കൂടിയാണ്. നല്ലവരെ പ്രതി ദൈവം ശിക്ഷ പിൻവലിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് ദുഷ്ടന്മാർക്കും ശിഷ്ടന്മാർക്കുമാണ്. മാതാവ് തന്ന സന്ദേശം നമുക്ക് ഓർക്കാം. മാതാവ് തന്നെ ആംസ്റ്റർഡാമിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു പ്രാർത്ഥന പറഞ്ഞു തന്നു. ആ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞ ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, ലോകത്തോട് ദൈവം കരുണ കാണിക്കാൻ വേണ്ടി, ലോകത്തിലുള്ള മനുഷ്യരെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് മാതാവ് തന്നെ ആ പ്രാർത്ഥന ഗാനരൂപത്തിൽ ആലപിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ലോകത്തെ മുഴുവൻ സമർപ്പിക്കാം. നമുക്കറിയാം, ലോകത്തിൽ യുദ്ധഭീഷണിയുണ്ട്, അക്രമങ്ങളുണ്ട്, അനീതിയുണ്ട്, തിന്മ പ്രവർത്തിക്കുന്നവരുണ്ട്, ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, അന്യായമായി സഹിക്കുന്നവരുണ്ട്. ഇവരുടെ എല്ലാം മാനസാന്തരത്തിന് വേണ്ടി, കർത്താവിൻ്റെ കോപം ശമിക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശുദ്ധ മാതാവ് വഴി പ്രാർത്ഥിക്കാം. ദൈവം ലോകത്തോട് കരുണ കാണിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏകകുമാരാ
രക്ഷകനാമീശോനാഥ എല്ലാവരും അയക്കൂ നിന്റെ ആത്മാവിനെ ഇപ്പോൾ ഈ ഭൂമിയിലേക്ക് ഈ ലോകം മുഴുവനെയും പാപനിൽ കണ്ടുകൊണ്ട് ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ലോകത്തിലെ യുദ്ധങ്ങളും ദുരന്തങ്ങളും ധാർമ്മിക അധപ്പതനങ്ങൾ മറ്റു തിന്മകളും വിട്ടുപോകുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ധാർമ്മിക അധപ്പതനം, യുദ്ധം, ധാർമ്മിക തകർച്ച, ദുരന്തങ്ങൾ ഇവയിൽ നിന്നും മാനവരെ സംരക്ഷിക്കും. ഒരിക്കൽ കൂടി ലോകം മുഴുവനെ സമർപ്പിച്ചുകൊണ്ട് സകല പാപികളെയും തിന്മപ്രവൃത്തികളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധമാവിനെ അറിയാനായിട്ട്, ദൈവത്തെ സ്നേഹം കണ്ടുവരാനായിട്ട്, സഹോദര സ്നേഹം ഉണ്ടാകാനായിട്ട്, അവരുള്ള ദുഷ്ടതകൾ അവരെ വിട്ടുപോകുന്നവരെ വേണ്ടി പ്രാർത്ഥിക്കാം. മാനവരെ സംരക്ഷിക്കൂ. വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃത്തിൽ. വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃത്തിൽ. പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥതയാൽ ദൈവം ലോകത്തോട് കരുണ കാണിക്കുവാൻ, പരിശുദ്ധാത്മാവ് ലോകത്തെ ഏറ്റെടുക്കുവാൻ, അനീതി പ്രവൃത്തവരിലേക്ക് കടന്നു ചെല്ലുവാൻ, മാനസാന്തര കൃപ നൽകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മാനസാന്തരപ്പെട്ടാൽ നമുക്കും കൂടെയാണ് ഗുണം. ദൈവം ലോകത്തോട് കരുണ കാണിച്ചാൽ നമുക്കും കൂടെയാണ് നന്മ. നമ്മുടെ തലമുറകളോടാണ് നമുക്ക് വരാനിരിക്കുന്ന തലമുറകൾക്കാണ് അതിൻ്റെ ഗുണം. അതുകൊണ്ട് ലോകത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെയും കൂടി ആവശ്യമാണ്. ലോകം മാനസാന്തരപ്പെടേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. ദൈവത്തിൻ്റെ കൃപ കിട്ടുക നമ്മുടെയും കൂടി ആവശ്യമാണ്. ആ ബോധ്യത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്നമ്മയായ സർവജനത്തിൻ നാഥ, ഞങ്ങൾ തന്നഭിഭാഷകയാ പ്രാർത്ഥിച്ചിടട്ടെ. കരങ്ങൾ ഒരിക്കൽ കൂടി തുറന്നു പിടിച്ചുകൊണ്ട് യേശുവിന്നമ്മയായ സർവജനത്തിൻ നാഥ, ഞങ്ങൾ തന്നഭിഭാഷകയാ പ്രാർത്ഥിച്ചിടട്ടെ. ഈ ലോകം മുഴുവനെയും സർവ്വജനങ്ങളെയും നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്താം. ഉയർത്തിപ്പിടിച്ച കരത്തിന് ലോകം മുഴുവനുണ്ട്, ലോകത്തിലെ സർവ്വ മനുഷ്യരുമുണ്ട്. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഹല്ലേലൂയ എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാവരും ചേർന്ന് ശബ്ദമുയർത്തി നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപ കടന്നു വരാൻ പ്രാർത്ഥിച്ചത് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി. നമ്മളോട് പ്രാർത്ഥന ചോദിച്ചവരെ ഓർക്കാം, പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരെ ഓർക്കാം. അവർക്കെല്ലാവരെയും ഓർത്തുകൊണ്ട് വീണ്ടും
കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കരങ്ങൾ നന്നായിട്ട് വീശിക്കൊണ്ട് കർത്താവിനെ അഭിവാദനം ചെയ്തുകൊണ്ട് കാണാം. കരങ്ങൾ താഴ്ത്തി കരങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് നിശബ്ദതയിൽ നിൽക്കാം. കർത്താവായ യേശുവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. നിശബ്ദത മനസ്സിലായിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയം കർത്താവിനോട് സംസാരിക്കുന്നുണ്ട്. എന്താണ് ഈ രാത്രിയിൽ വീണ്ടും പറയാനുള്ളത്? അവിടുത്തോട് പറയാം, കർത്താവേ, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് ഞാൻ കടന്നു പോകുന്ന വഴികൾ, എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ ഞങ്ങൾ നടത്തിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ ഉറക്കളിച്ചിരുന്ന് പ്രാർത്ഥിച്ച സർവ്വ വ്യക്തികളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ലോകത്തോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ലോകത്തെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് കാരണക്കാമായ ശലോമിനെയും അതിൻ്റെ എല്ലാ ശുശ്രൂഷകരെയും സമർപ്പിച്ചോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ നൈറ്റ് വിജിൽ പങ്കെടുക്കുവാനായിട്ട് ഏതെങ്കിലും വിധത്തിൽ വഴിയൊരുക്കിയ എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വരുംകാല ജീവിതത്തെ കർത്താവിൻ്റെ പരിപാലനയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ് പറഞ്ഞല്ലേ, നാളെയെക്കുറിച്ച് ആകുലപ്പെടേണ്ട, ഓരോ ദിവസത്തിനും ആ ദിവസത്തിൻ്റെ ഉത്കണ്ഠ മതി. കാരണം നമ്മൾ ഭയപ്പെട്ടത് പലതും നമുക്ക് പണ്ട് സംഭവിച്ചിട്ടില്ല, ഭയപ്പെടുന്നത് പലതും നാളെയും സംഭവിക്കുകയില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ പരിപാലനയിൽ നമുക്ക് വിശ്വസിക്കാം. അവിടുന്ന് വഴി നടത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നിശബ്ദതയിൽ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തോട് നമുക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. ഓ കർത്താവേ, അവിടുത്തെ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോരുത്തരിപ്പോൾ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, അവരുടെ പ്രാർത്ഥന നീ കേൾക്കണമേ, അവരുടെ നിലവിളിയുടെ ശബ്ദം നീ കേൾക്കണമേ, അവരുടെ ആവശ്യങ്ങൾ നീ സാധിച്ചു കൊടുക്കണമേ. ഈ രാത്രിയിൽ നിന്നെ ആശ്രയിച്ചത് വെറുതെ ആയില്ല, ഈ രാത്രിയിൽ നിന്നെ വിളിച്ചത് ഉപകാരപ്പെട്ടുവെന്ന് സാക്ഷ്യം പറയത്തക്ക വിധത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് നീ കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹാല 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 ഹാല. ശക്തി വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ ശക്തി കടന്നു വരട്ടെ, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ്റെ നിറമാകട്ടെ, കൃപയുടെ സമയമാകട്ടത്, ബന്ധനങ്ങൾ അഴിയുന്ന സമയമാകട്ടത്, അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാകട്ടത്, കർത്താവ് കരമുയർത്തുന്ന സമയമാകട്ടത്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. കർത്താവേ സ്തുതിയും. നമുക്ക് മുട്ടുകുത്തി കർത്താവിൻ്റെ സമാപന ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമുറപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ ബോധമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂങ്ങണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവി
തരണമേ ദിവ്യവരങ്ങൾ. കർത്താവേ സ്തുതി, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ മഹത്വം, യേശുവേ ആരാധന. കർത്താവേ ലോകം മുഴുവനെ സർവജനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ നൈതികതയിൽ പങ്കെടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. സലോമിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ബന്ധുമിത്രാദികളെ ഉപകാരികളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശത്രുക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ എല്ലാ ജനങ്ങളെ ലോകം മുഴുവനെ അനുഗ്രഹിക്കണമേ. കൃപയുടെ സമയമാകട്ടെ, അത്ഭുതങ്ങളുടെ സമയമാകട്ടെ, അനുഗ്രഹത്തിന്റെ സമയമാകട്ടെ, അഭിഷേകത്തിന്റെ സമയമാകട്ടെ. സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.